ബ്ലാക്ക് ഹോളോ എന്ന വിചിത്രമായ ചെറിയ ഗ്രാമത്തിൽ വായു തണുത്തതും തിളക്കമുള്ളതുമായിരുന്നു, പക്ഷേ അചഞ്ചലമായ ഒരു മുൻകരുതൽ വികാരത്താൽ നിറഞ്ഞിരുന്നു. 50 വയസ്സുള്ള ഒരു പരിചയസമ്പന്നയായ സ്ത്രീയായ മാർഗരറ്റ് വിറ്റ്ലാൻഡ് ജീവിതകാലം മുഴുവൻ ബ്ലാക്ക് ഹോളോയിൽ താമസിച്ചിരുന്നു. അവളുടെ വ്യക്തമായ രൂപഭാവങ്ങളും തുളച്ചുകയറുന്ന കണ്ണുകളും അവളുടെ പ്രതിരോധശേഷിയെയും ജ്ഞാനത്തെയും പ്രതിഫലിപ്പിച്ചു. ഗ്രാമവാസികൾക്കിടയിൽ മന്ത്രിച്ച അമാനുഷിക കഥകളെക്കുറിച്ചുള്ള സംശയത്തിന് മാർഗരറ്റ് പേരുകേട്ടവളായിരുന്നു. എന്നിരുന്നാലും ഇന്ന് രാത്രി വിശ്രമിക്കാൻ തയ്യാറായി അവൾ പുസ്തകം അടയ്ക്കുമ്പോൾ പോലും അവൾക്ക് ഒരു കുളിർ അനുഭവപ്പെട്ടു. കൃത്യമായി അർദ്ധരാത്രിയിൽ അവളുടെ എളിമയുള്ള കുടിലിലൂടെ ഒരു മുട്ടുമുഴങ്ങി. അത് അവളുടെ വാതിലിൽ വെറും ഒരു തട്ടലല്ല, മറിച്ച് അവളുടെ വീടിന്റെ അടിത്തറയെ തന്നെ ഇളക്കുന്നതുപോലെ തോന്നിക്കുന്ന ഒരു ആവശ്യപ്പെടുന്ന, പ്രതിധ്വനിക്കുന്ന ഒരു മുഴക്കം മാത്രമായിരുന്നു. മാർഗരറ്റിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു. 12 മണി അടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബ്ലാക്ക് ഹോളോയിൽ, അപൂർവമായി ഒരു ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി. അവൾ വാതിലിനടുത്തെത്തി പീപ്ഹോളിലൂടെ എത്തിനോക്കി. നിഴൽപ്പാളികളിൽ പൊതിഞ്ഞ ഒരു അപരിചിതൻ, വിശാലമായ അരികുകളുള്ള തൊപ്പിയാൽ മറഞ്ഞ മുഖം. അവന്റെ സാന്നിധ്യം അത്രയും ഗംഭീരവും നിഗൂഢവുമായിരുന്നു. വാതിൽ തുറക്കുന്നതിനു മുൻപ് മാർഗരറ്റ് അല്പം മടിച്ചുനിന്നു. സംസാരിക്കാൻ മാത്രം മതി, പക്ഷേ സ്വാഗതം ചെയ്തില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാമോ? അവൾ ചോദിച്ചു, ഉറച്ച ശബ്ദത്തിൽ, പക്ഷേ ജാഗ്രതയോടെ. ഞാൻ അഭയം തേടുന്നു, അപരിചിതൻ മറുപടി പറഞ്ഞു. അവന്റെ ശബ്ദം മൃദുവാണെങ്കിലും വേട്ടയാടുന്നു. നിങ്ങളുടെ ഗ്രാമത്തെ വേട്ടയാടുന്ന നിഴലുകൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ കഴിയും. മാർഗരറ്റിന് അപരിചിതനോട് ഒരു വിവരണാതീതമായ ആകർഷണം തോന്നി, ജിജ്ഞാസയുടെയും ഭയത്തിന്റെയും അസ്വസ്ഥമായ മിശ്രിതം. ഒരു നിമിഷത്തെ ധ്യാനത്തിനു ശേഷം അവൾ അവനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അയാൾ അകത്തേക്ക് കയറി. അവന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുകയുടെയും പുരാതന മരത്തിന്റെയും നേരിയ ഗന്ധം അവൾ ശ്രദ്ധിച്ചു. മേശപ്പുറത്ത് അവളുടെ എതിർവശത്ത് ഇരുന്നുകൊണ്ട് അപരിചിതൻ തന്റെ കഥ ആരംഭിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശാപത്തെക്കുറിച്ചും നക്ഷത്രങ്ങൾക്ക് അപ്പുറത്തുള്ള ജീവികളുമായുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ബ്ലാക്ക് ഹോളോ അത്തരം സന്ദർശനങ്ങൾക്ക് അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അവിടെ കാലത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഘടന അനിശ്ചിതമായി നേർത്തു. മേഖലകൾക്കിടയിൽ കളിക്കുന്ന ഒരു പഴയ കളിയിൽ ഗ്രാമവാസികൾ അറിയാതെ പങ്കാളികളായിരുന്നു. മാർഗരറ്റ് ശ്രദ്ധിച്ചു. അവളുടെ സംശയം പതുക്കെ ഇല്ലാതായി. അവൾ ആ വിചിത്ര സംഭവങ്ങളെ ഓർത്തു. മന്ത്രിച്ച ശബ്ദങ്ങളുടെ മങ്ങുന്ന പ്രതിധ്വനി, കണ്ണിന്റെ കോണിൽ ക്ഷണികമായ നിഴലുകൾ, നിരീക്ഷിക്കപ്പെടുന്നതിന്റെ അശ്രാന്തമായ സംവേദനം. പക്ഷേ എന്തിനാണ് ഇത് എന്നോട് പറയേണ്ടത്? മാർഗരറ്റ് അവളുടെ ശബ്ദം കഷ്ടിച്ച് കേൾക്കാവുന്നതേയുള്ളൂ എന്ന് ചോദിച്ചു. അത് അവസാനിപ്പിക്കാനുള്ള സമ്മാനം നിങ്ങൾക്കുണ്ട്, അപരിചിതൻ ആത്മവിശ്വാസത്തോടെയും രഹസ്യമായി മൂടിയ സ്വരത്തിലും പറഞ്ഞു. ഉള്ളിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സമ്മാനം. നിങ്ങൾ അത് കണ്ടെത്തി ബ്ലാക്ക് ഹോളോയ്ക്ക് സമാധാനം കൊണ്ടുവരണം. അപരിചിതൻ പോയപ്പോൾ, അവൻ വന്നതുപോലെ പെട്ടെന്ന് പോയപ്പോൾ, മാർഗരറ്റ് നിശബ്ദമായി ചിന്തിച്ചുകൊണ്ട് വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ചിന്തിച്ചു.